ഈസി സ്റ്റിച്ചിങ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 40ൻ്റെ ബ്ലൗസാണ്, അതിൻ്റെ ലാസ്റ്റ് പാർട്ട് സ്ലീവ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഫ്രണ്ട് കരയ്ക്കാനായിട്ട് ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് പോവാം. ഒരു ചെറിയ ഷേപ്പിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഒരു 3/4 ഇഞ്ച് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇവിടം വരെ ചെറിയൊരു ഷേപ്പിൽ ഇത്ര എടുത്ത് കളയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങളിതുപോലെ മടക്കി വലിയ കണ്ണിട്ട് അടിച്ചെടുത്തിട്ട് ഹെം ചെയ്തിട്ട് അത് പൊട്ടിച്ച് കളഞ്ഞാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അളവ് കാണിച്ചു തരാം. അളവ് നമ്മൾ അളന്നെടുത്തതെന്ന് എത്രയാണ്, നമുക്ക് സ്ലീവ് ഓപ്പണിങ് 12 വേണ്ടത്. ആ 12 എന്ന് പറയുമ്പം 6 വെച്ച് കൊടുക്കുക. ഒരു 6.25 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ടോപ്പിൽ നമുക്ക് 7 കിട്ടിയത്. 40 വരുമ്പോൾ അര ഇഞ്ച് കൂട്ടി വയ്ക്കണം. 42 വരുമ്പോഴും അര ഇഞ്ച് കൂട്ടി വയ്ക്കണം. നമുക്ക് അവിടെ ബാക്ക് പീസിൽ നിന്ന് കിട്ടുമല്ലോ, അതൊക്കെ കട്ടിങ് വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അര ഇഞ്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിങ്സ് ആയിരിക്കും അത്. ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ അളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. സ്ലീവ് ഒന്നും തെറ്റിക്കരുത്. ഇത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ തന്നെ നിങ്ങൾ മറ്റേ പീസും ചെയ്ത് വയ്ക്കണം. കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾ ഓപ്പോസിറ്റ് പീസ് നിങ്ങൾ കറക്റ്റായിട്ടതുപോലെ തന്നെ ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇതൊന്ന് നിവർത്തി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായി. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ചേർത്തിടണം കേട്ടോ. 2 ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ 2 നല്ല വശം ചേർത്തിട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ 2 ഒരേ സൈഡ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മേൽ സൈഡ് പറഞ്ഞത് വലതുവശം പീസാണ്. അപ്പോൾ ബ്ലൗസിൻ്റെ വലതുവശം എടുക്കുക. ബ്ലൗസിൻ്റെയും വലതുവശം എടുക്കുക. ബ്ലൗസിൻ്റെ വലതുവശം ഇതാണ് ബ്ലൗസിൻ്റെ വലതുവശം. അതായത് ഈ ഹൂക്ക് പിടിപ്പിക്കുന്ന സൈഡായിട്ട് വരും. നേരെ ഉള്ളിലേക്ക് കയറ്റി വിടുക. നല്ല വശവും ചേർത്ത് വെക്കുക. അത് നമ്മൾ ജോയിൻ്റ് ഇട്ട മാർക്ക് ചെയ്ത നോച്ച് ചെയ്തത് കറക്റ്റ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുക. എൻ്റെ ഉൾവശവും കൂടി പിടിച്ചു നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരണുണ്ട് ഇവിടെ. ഈ ജോയിൻറ്റ് കറക്റ്റ് ചെയ്ത് ഇവിടെ വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ഇത് നിങ്ങളിങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു സ്ലീവിന് ആ സ്ലീവ് പ്രത്യേകം ശരീരത്തിൽ പ്രത്യേകം കിടക്കും പോലെ വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് തയ്ച്ചെടുക്കുക. കറക്റ്റ് ഒരേ ഇതിന് കിട്ടാണ്ട് അതിൻ്റെ കാന്തം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കാന്തം എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സ്ലീവ് തയ്ക്കുമ്പോൾ എപ്പോഴും ഒരേ ലെവലിലായിരിക്കണം തയ്ക്കേണ്ടത്. അപ്പോഴേ ആ ഭംഗി നമുക്ക് വരുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഞാനിത് ഈ സ്ലീവിൻ്റെയൊക്കെ തയ്ച്ച് കാണിച്ചു തരണമെന്നറിയാമോ? നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം കറക്റ്റായിട്ട് അത് വരണുണ്ടോ എന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് എല്ലാം കട്ട് ചെയ്തതും ഈ സ്റ്റിച്ച് ചെയ്യണം എല്ലാം നിങ്ങൾ കാണൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, സ്ലീവ് എല്ലാവർക്കും തെറ്റിപ്പോണ ഒരു ഭാഗമാണ്. അതിൻ്റെ വിഷയങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ ഒരേപോലെ ചെയ്യേണ്ട. കറക്റ്റ് നോച്ചും കറക്റ്റായിട്ട് വരണുണ്ട്. അങ്ങനെ വരണം. നിങ്ങൾ ഇത്തിരി വന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. അത് നിങ്ങൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് തയ്ച്ചെടുക്കുക. നിങ്ങൾ ചിലപ്പോൾ ജോയിൻറ്റ് വയ്ക്കുന്നതിൽ ചില മാറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ നോച്ച് പോയിൻ്റ് മാറി വരും. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും ആകരുത്. നിങ്ങൾ കറക്റ്റ് കട്ടിങ് പറഞ്ഞ പോലെ തന്നെ ചെയ്തെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് തയ്ച്ച് വരിക. അതവിടെ വരുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. കട്ടിങ്ങിൽ പറഞ്ഞ പോലെ കട്ട് ചെയ്യണമെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വളരെ ക്ഷമയോടുകൂടി തന്നെ ചെയ്യുക. നിങ്ങൾ വളരെ പതിയെ പിടിച്ച് പതിയെ ചെയ്യുക. ഉള്ളിലേക്ക് വിടുക, വലിച്ച്
ലെവൽ ചെയ്ത് വെച്ച് നോക്കുക. കറക്റ്റായിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കറക്റ്റ് ഈ ഭാഗമൊക്കെ കറക്റ്റ് ചുരുണ്ടൊന്നും പോവാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ആയിക്കോളും. വലിച്ചൊന്നും പിടിക്കരുത്. വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ സ്ലീവ് ചീത്തയായി പോകും. ഇവിടെ അത് കറക്റ്റായിട്ട് വന്ന് സെറ്റായിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ചെയ്യാവൂ. കാരണം ഇത് ചുരുണ്ടൊന്നും അടിയിൽ കയറാൻ പാടില്ല. കറക്റ്റ് തയ്യൽ തുമ്പ് ഒരേ കനത്തിന് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അത് ഒരേ കണക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാന്തത്തിൻ്റെ പീസ് വെച്ചേക്കണം. അത് വെക്കാതെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഫുള്ള് റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കുക. കഴിഞ്ഞു. ഇത്രയാണ് നമ്മളെ വീഡിയോ ഉള്ളത്. അളന്ന് കാണിച്ചു തരാം. ഇതൊന്ന് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ആ ഒരു ഇതിന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ ജോയിൻറ്റ് പക്കയായിരിക്കണം. ഇതുപോലെ നിൽക്കണം സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കണം. സ്ലീവ് ലെങ്ത്ത് പറഞ്ഞതുണ്ടോ എന്ന് നോക്കുക. കൃത്യമായിട്ടും 10 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ സ്ലീവ് തയ്ച്ചെടുത്തുണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നിൽക്കണം. അതാണ് എൻ്റെ. അപ്പോൾ ഈ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് കാണും. അപ്പോൾ അടുത്ത വീഡിയോ 44-ൻ്റെ ആണ്. അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.